നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ജാമ്യവിധി നാളെ. കതിരൂർ കേസിൽ റിമാൻഡിൽ കഴിയുന്ന P. ജയരാജന്റെ ജാമ്യ ഹർജിയിൽ തലശ്ശേരി കോടതി നാളെ വിധി പറയും. CBIയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായെന്നും അന്വേഷണ സംഘവുമായി സഹകരിച്ചെന്നും ജാമ്യാപേക്ഷയിൽ ജയരാജൻ. അതേസമയം കേസിൽ ജയരാജനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും വാദം. ജയിലിൽ കഴിയുന്ന ജയരാജന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത് അടുത്ത മാസം 8-ന്. മാഞ്ഞുപോയ സത്യങ്ങൾ. കലാഭവൻ മണിയുടെ മരണത്തിൽ സഹായികളിലേക്ക് വിശദാന്വേഷണം. ശരീരത്തിൽ കീടനാശിനി എത്താനിടയായ സാഹചര്യവും സമയവും പോലീസ് പരിശോധിക്കുന്നു. മരണത്തിലേക്ക് നയിച്ച എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്ന് SP ഉണ്ണിരാജൻ. പാടിയിൽ വീണ്ടും പരിശോധന. അതേസമയം മണിക്ക് ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായോ എന്ന് അന്വേഷിക്കാൻ കൊച്ചി പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. അമൃത ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളും പരിശോധനയ്ക്ക്. മദ്യസൽക്കാരത്തിനിടെ അല്ല വിഷപദാർത്ഥം മണിയുടെ ശരീരത്തിൽ എത്തിയതെങ്കിൽ അവശേഷിക്കുന്നത് 2 സാധ്യത മാത്രം. ഒന്നുകിൽ മണി കീടനാശിനി സ്വയം കഴിക്കണം, അല്ലെങ്കിൽ മണി അബോധാവസ്ഥയിലായിരിക്കെ ആരെങ്കിലും വായിലൂടെ നൽകണം. 2 സാധ്യതകളും പരിശോധിച്ച് അന്വേഷണ സംഘം. ഫെബ്രുവരി 4-ന് മദ്യസൽക്കാരത്തിന് ശേഷം പുലർച്ചെയോടെ പാടിയിൽ നിന്ന് അവസാനം മടങ്ങിയത് ആരെല്ലാം എന്ന കാര്യം അവ്യക്തം. സഹായികളായ വിപിൻ, അരുൺ, മുരുകൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നത് ഇക്കാര്യത്തിലെ ദുരൂഹത കേന്ദ്രീകരിച്ച്. കരുക്കൾ വിലപ്പോകില്ല. ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് ഭരണത്തെ അട്ടിമറിക്കാനുള്ള BJP നീക്കത്തിനെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു. ഉത്തരാഖണ്ഡിലേത് ബീഹാർ തോൽവിക്ക് ശേഷമുള്ള മോദിയുടെ യഥാർത്ഥ രൂപമെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. വിമത നീക്കത്തിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ഡൽഹിയിലെത്തുമെന്ന് സൂചന. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ റാവത്തിന് ഗവർണർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ മാസം 28 വരെ. തർക്കങ്ങളിൽ മുങ്ങിയ ചർച്ച. സീറ്റ് വിഭജനത്തിന്റെ വേദനയിൽ വീർപ്പുമുട്ടി ഇടതു വലതു മുന്നണികളും BJP സഖ്യവും. ഘടകകക്ഷികളുടെ അവകാശവാദങ്ങളിൽ കുരുങ്ങി 3 മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് അനിശ്ചിതത്വം. പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുമ്പ് വരെ വിലപേശാൻ ഉറച്ച് ചെറുകക്ഷികൾ. സീറ്റ് വിഭജനം നീതിപൂർവകമാകണമെന്ന ആവശ്യവുമായി LDF യോഗത്തിൽ CPIയുടെ അനിഷ്ട പ്രകടനം. പുറത്തു നിൽക്കുന്ന കക്ഷികൾക്കായി തങ്ങളുടെ സീറ്റിൽ വിട്ടുവീഴ്ച സാധ്യമല്ലെന്ന് കാനം രാജേന്ദ്രൻ. മാർച്ച് 31-ന് മുമ്പ് പട്ടിക തീർക്കാൻ തീവ്രശ്രമം. ഉഭയകക്ഷി ചർച്ചകളെല്ലാം വഴിമുട്ടി UDF-ൽ കോൺഗ്രസ് പട്ടിക പോലും പാതി വഴിയിൽ. KPCC സമർപ്പിച്ച സാധ്യതാ പട്ടികയിൽ കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ് ഹൈക്കമാൻഡ്. സ്ഥാനാർത്ഥികളുടെ ജയസാധ്യത ഉറപ്പാക്കാൻ AICCയുടെ സമാന്തര അന്വേഷണവും. BDJS-ഉമായുള്ള സീറ്റ് വിഭജന വിഷയത്തിൽ തടഞ്ഞ് BJP പട്ടിക. കേന്ദ്ര നേതൃത്വം തിരിച്ചയച്ച സാധ്യതാ പട്ടികയിൽ ധർമ്മജനസേനയുമായി ചർച്ച കഴിഞ്ഞിട്ട് മതി അന്തിമ തീരുമാനമെന്ന നിലപാട്. BDJS-നോട് ഉദാര സമീപനം വേണമെന്നും കേന്ദ്ര നിർദ്ദേശം. തുടർ ചർച്ച 22-ന്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2650 രൂപ, പവൻ 21,200 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.